കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ കോളേജ് പഠിക്കാൻ പോയ യുക്തിവാദികൾ പ്രബോധനം നടത്തിയിട്ട് ആണോ? ഇവിടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിൽ ചരിത്രപരമായി ഒരു പങ്കുമില്ലാത്ത ഒരു വിഭാഗത്തെ തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ അത് ഇവിടുത്തെ ഭൗതികവാദികളായിരിക്കും. അതിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കാണ്, മതബോധമുള്ള മുസ്ലിം സംഘടനകൾക്കാണ്. ഖുർആനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞത്, അവര് പിന്നെ കോളേജ് പോകണമെന്ന് പറഞ്ഞത്, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത്, വിദ്യ നേടി പ്രബുദ്ധരാകാൻ പറഞ്ഞത്. അവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ വിപ്ലവം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. തലത്തെ തട്ടഴിയണം. നിങ്ങൾ MSc ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് MBBS ഉണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എത്ര ഉയർന്ന പോസ്റ്റിലെത്തിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ തലയിലുള്ള ഒരു തുണിക്കഷ്ണമാണ് നിങ്ങളുടെ മെറിറ്റിന്റെ അടയാളം, മെറിറ്റിന്റെ മാർക്ക് എന്നുള്ളതാണ് ഇവരുടെ വാദം. നിങ്ങൾ പഠിക്കണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഉയർച്ചയിലേക്ക് പോകണം എന്നുള്ളതല്ല. നിങ്ങൾ നിസ്കാരം നിർത്തണം, നിങ്ങളുടെ തലയിൽ തട്ടഴിക്കണം, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങളിലേക്ക് പോകണം. അതാണ് പെൺവിമോചനം എന്നുള്ളതാണ് ഇവരുടെ വാദം. അങ്ങനത്തെ ഒരു പെൺവിമോചനത്തിൽ ഇസ്ലാമിന് യാതൊരു താല്പര്യമില്ല. അത് വളരെ ക്ലിയർ ആണ്. അങ്ങനത്തെ പെൺവിമോചനത്തിൽ മാത്രമല്ല ആൺവിമോചനത്തിലും താല്പര്യമില്ല. അതാണ് വിമോചനമെങ്കിൽ, ധാർമ്മികതയിൽ നിന്നുള്ള വിമോചനമാണ് വിമോചനമെങ്കിൽ, പടച്ചവൻ നിശ്ചയിച്ച വിധിവിലക്കുകളിൽ നിന്നുള്ള വിമോചനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു വിമോചനത്തിനും ഇസ്ലാമിൽ ഒരു താല്പര്യമില്ല. അത് യഥാർത്ഥത്തിൽ വിമോചനമോ സ്വാതന്ത്ര്യമോ അല്ല. അതാണ് നേരത്തെ വിശദീകരിക്കപ്പെട്ടത്. അത് നമ്മൾ സ്വയം നശിക്കുകയാണ്, നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്, നമ്മൾ താറുമാറാക്കുകയാണ്, നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുകയാണ്, നമ്മുടെ പ്രസന്നതകളെ നമ്മൾ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്.